ഇന്ന് നമ്മൾ ഓണം സീരീസിൽ വറുത്തെരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. മത്തങ്ങ വൻപയർ. അപ്പോൾ വറുത്ത എരിശ്ശേരി എന്ന് പറയും, പിന്നെ പച്ച എരിശ്ശേരി എന്ന് പറയും. നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെ പറയും. 2 തരം എരിശ്ശേരി ഉണ്ട്. വറുത്തിട്ടില്ലെങ്കിൽ അതിന് പറയുക പച്ച എരിശ്ശേരി എന്ന് പറയാം. നാളികേരം പച്ച തന്നെ അരച്ച് ചേർക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ സദ്യക്ക് ഇങ്ങനെ വറുത്തെരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1/2 കപ്പ് വൻപയറെടുത്ത് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുതിർത്തിയതാണ്. പിറ്റേ ദിവസം അത് നന്നായി കഴുകിയിട്ട് ഇപ്പോൾ കുക്കറിലിട്ടു. അതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ പാകത്തിന് ഉപ്പും, അതേ ബൗളിൽ തന്നെ ഒരു ബൗള് വെള്ളം ഒഴിച്ചിട്ട് 5 മിനിറ്റ് വേവിച്ചാൽ മതി. ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം 5 മിനിറ്റ്, അത്ര സമയം മതി അതിൻ്റെ കുക്കിങ്ങിന്. അപ്പോൾ പയർ ആവശ്യത്തിന് വെന്തിട്ടുണ്ടാവും. പിന്നെ മത്തങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തു. മത്തങ്ങ ഒരു 250-300 ഗ്രാമോളം മത്തങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ പയർ ഇട്ടാ അത് ആദ്യത്തെ വിസിൽ വന്നിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിടുക. അതിനുശേഷം 5 മിനിറ്റ് വേവിച്ചാൽ മതി, കൂടുതലൊന്നും വേവിക്കണ്ട. അപ്പോൾ ആ പയറിലേക്ക് നമ്മൾ ഈ മത്തങ്ങ കഷ്ണങ്ങളാക്കി വെച്ചത് ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ അത് അടച്ചു വെച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ എരിവ് കുറവായതുകൊണ്ട് 2 പച്ചമുളക് ഇട്ട് കൊടുത്തു. മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടത് ഇത്തിരി എരിവ് കുറവായിരുന്നു, അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് ഇട്ടു. ഇത് നമ്മളിനി കുക്കറിൽ തന്നെയാണ് വേവിക്കുന്നത്. പക്ഷേ വെയിറ്റ് ഇടരുത്. വെയിറ്റ് ഇട്ടിട്ട് കഴിഞ്ഞാൽ വേഗം വെന്ത് ഉടഞ്ഞു പോവും. പിന്നെ അതിലേക്ക് അരപ്പ് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് നാളികേരമാണ് എടുത്തത് കേട്ടോ. 1/4 കപ്പോളം ഉണ്ടാവും. അതിലേക്ക് ഒരു 5-6 ചുമന്നുള്ളിയും 1/2 ടീസ്പൂൺ ജീരകവും ചേർത്തിട്ട് ഇതിനെ തരിതരിപ്പായിട്ട് അരച്ചെടുത്തു. അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ മത്തങ്ങയൊക്കെ അതിൽ കിടന്ന് വെന്തിട്ടുണ്ട്. ഇത് കുക്കറിൽ വെയിറ്റ് ഇടണം കേട്ടോ. വെയിറ്റ് ഇടാണ്ട് വേവിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. നമ്മളതിപ്പോൾ എല്ലാം വെന്ത് കിട്ടി. ഈ കഷ്ണങ്ങൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. അത് തനിയെ തന്നെ ഉടഞ്ഞോളും ഒന്ന് ഇളക്കുമ്പോൾ. അത്ര നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വേറൊരു ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ കുക്കറിൻ്റെ ഉള്ളിൽ ഇടുമ്പോൾ കാണുന്നില്ല. പിന്നെ അതിലേക്ക് നമ്മൾ ഈ അരപ്പ് എടുത്തു വെച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ വേറെ അധികം പണിയൊന്നുമില്ല. ഈ അരപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ വറ്റിയാൽ മതി. ഇതിലധികം വെള്ളമൊന്നും ഇല്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് സിമ്മിലിട്ടിട്ട് കേട്ടോ, കൂടുതൽ ഫ്ലെയിമിലൊന്നും വെക്കണം. ഇതിൽ വെള്ളമില്ലല്ലോ. ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഉപ്പൊക്കെ നോക്കി നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇളക്കി മത്തങ്ങയൊക്കെ ഉടഞ്ഞു പോയി. നമ്മളത് പ്രത്യേകമായിട്ട് ഉടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടെ ഒന്ന് കട്ടയാവണ വരെ വേവിക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ വറുത്തിടാനാണ് പോണത്. വറുത്തിടാനായിട്ട് ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കഴിയുമ്പോൾ വറ്റൽമുളക് ചേർക്കുക, കറിവേപ്പില ചേർക്കുക. ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ 1/2 കപ്പ് നാളികേരം ചെരുകിയത്. 1 കപ്പ് നമ്മൾ അരയ്ക്കാനെടുത്തു. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 1/4 കപ്പോളം എടുത്തു. പിന്നെ 1/2 കപ്പ് നാളികേരം ചെരുകി ഇതിന് ബ്രൗൺ കളറാവണ വരെ. നമുക്ക് ഇത്ര ബ്രൗൺ കളർ മതി. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു. മധുരമുള്ള മത്തങ്ങയായിരുന്നു കേട്ടോ. ഇത് നല്ല പഴുത്ത മത്തങ്ങ, അതാണ് കൂടുതൽ മധുരം ഉണ്ടാവുക. പഴുക്കാത്ത അധികം പഴുപ്പില്ലാത്ത മത്തങ്ങയാണെങ്കിൽ ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുത്താൽ നല്ല സ്വാദുണ്ടാവും. കുറച്ച് മധുരമുള്ളതാണ് രസം ഈ ഇങ്ങനത്തെ വറുത്തെരിശ്ശേരിക്ക്. അപ്പോൾ ഈ മത്തങ്ങ നല്ല മധുരമുള്ളതായിരുന്നു, അതുകൊണ്ട് എരിശ്ശേരിയും നല്ല സ്വാദുണ്ടായിരുന്നു. അപ്പോൾ മത്തങ്ങ വൻപയർ എരിശ്ശേരി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. ഈ ഉണ്ടാക്കാൻ അറിയാത്തവർ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിക്കോളാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വരുന്ന ഓണം എല്ലാവർക്കും നല്ല സന്തോഷമുള്ളതാവട്ടെ. അപ്പോൾ ബൈ.